നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം, നമ്മളെ ഉപേക്ഷിച്ച് പോയവർ നമ്മളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഉപേക്ഷിച്ച് പോയവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പക്ഷേ നമ്മൾ സ്നേഹിച്ച വ്യക്തി പാതി വഴിക്ക് നമ്മളെ ഇട്ട് പോയതുണ്ടാവാം. അതല്ലെങ്കിൽ നമ്മളെ വിവാഹം കഴിച്ച വ്യക്തി ഇപ്പം മറ്റൊരു തേർഡ് പാർട്ടിയുമായി ബന്ധമുള്ളത് കൊണ്ട് നമ്മളെ വേണ്ടത്ര ശ്രദ്ധിക്കാത്തൊരവസ്ഥ ഉണ്ടാവാം. അല്ലെങ്കിൽ പൂർണ്ണമായും ഉപേക്ഷിച്ച് പോയവരുണ്ടാവാം. അപ്പോൾ അവരെയൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നു, വീണ്ടും ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആണ് ഈ വീഡിയോ. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അവരെ തന്നെ നമ്മളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ പല വ്യക്തികൾക്കൊണ്ട് വിവാഹം കഴിഞ്ഞിട്ട് ആ വ്യക്തിക്ക് ഇപ്പോൾ പഴയ പോലെ ഒരു താല്പര്യമില്ലായ്മയും ഇപ്പം മറ്റു വ്യക്തികളോടുള്ള ബന്ധവും ഒക്കെ പല വ്യക്തികൾക്കുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി നമ്മളിലേക്ക് വരാനും, അല്ലെങ്കിൽ പ്രണയിച്ച് പാതി വഴിക്കിട്ട് പോയവരെ വീണ്ടും നമ്മളിലേക്ക് കൊണ്ടുവരാനൊക്കെയാണ് ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ടെക്നിക്ക് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ആ വക കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ചെയ്യേണ്ടത്, അത് കറക്റ്റായ വഴിയിലൂടെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100% ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ കാര്യങ്ങൾ നടക്കും. അതിന് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ കേട്ടിട്ടില്ലേ, ദൈവം പാതി താൻ പാതി, അതല്ലെങ്കിൽ താൻ പാതി ദൈവം പാതി, ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അതിൽ ദൈവത്തിൻ്റെ പാതി ഈ യൂണിവേഴ്സിൽ എപ്പോഴും റെഡിയാണ്. നമുക്കുള്ള എന്ത് കാര്യമാണെങ്കിലും യൂണിവേഴ്സ് അത് സജ്ജമായിട്ടാണ് നിൽക്കുന്നത് നമുക്ക് തരാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മുടെ പാതി നമ്മൾ അതിലേക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കിയിട്ടാണ്, അതിനനുസരിച്ചിട്ടാണ് ആ യൂണിവേഴ്സിൻ്റെ പാതിയും കൂടി ജോയിൻ്റ് ആകുമ്പോഴാണ് നമുക്കത് പൂർണ്ണമായിട്ടും ആ ഒരു സംഭവം നമ്മളിലേക്ക് വന്ന് ചേരുന്നത്. അത് നമ്മുടെ പാതി കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പാതി അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ പാതിയും കൂടി നമുക്ക് കിട്ടാതെ വരുന്നു. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പാതി കൊടുക്കേണ്ടത്? ഏത് കാര്യത്തിനും എന്ത് കാര്യത്തിനും താൻ പാതി ദൈവം പാതിയാണ് എന്ന് വെച്ചാൽ പകുതി നമ്മൾ ചെയ്തേ പറ്റൂ. അത് എന്ത് കാര്യത്തിനാണെങ്കിലും അത് നമ്മൾ എങ്ങനെ ചെയ്യണം, ഓരോ കാര്യങ്ങൾക്കുള്ള പകുതി നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് നമ്മൾ അതുപോലെ അത് അപ്ലൈ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മുഴുവനായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ വ്യക്തിയെ നമ്മളെ ഉപേക്ഷിച്ച് പോയവർ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നമ്മളെ വിട്ടു നിൽക്കുന്നവരെ എങ്ങനെ നമ്മളിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിന് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ തന്നെ കുറച്ച് സമയം അതിനു വേണ്ടി നമ്മൾ മാറ്റി വെക്കേണ്ടതുണ്ട്. അത് അങ്ങനെ ഒരു 21 ദിവസം നമ്മൾ അതിന് തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നിങ്ങളുടെ ജീവിതം തുടർന്ന് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിന് നിങ്ങൾ 21 ദിവസം നിങ്ങൾ കണ്ണടച്ച് കുറച്ച് നേരം ഈ വ്യക്തിയെ, ഈ കണ്ണടച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മറ്റ് ചിന്തകളിലൊന്നും നമ്മുടെ മനസ്സ് പോകരുത് എന്നുള്ളതാണ് അതിൻ്റെ മെയിനായ ഒരു കാര്യം. മറ്റൊരു കാര്യത്തിലേക്കും നമ്മുടെ ചിന്തകൾ പോകരുത്. അങ്ങനെ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ കോൺസെൻട്രേഷൻ ഇല്ലാതെ വരികയും നമ്മളിൽ നിന്ന് പോകുന്ന വൈബ്രേഷനിൽ മറ്റു പല രീതിയിലും കൂടി ആയി മാറും. നമ്മൾ ഒരേ ചിന്ത ഒരേ കാര്യത്തിലേക്ക് മാത്രം പോകുമ്പോൾ അതിൻ്റെ വൈബ്രേഷൻ കറക്റ്റായിട്ട്, അതാണ് നമ്മുടെ പാതി എന്ന് പറയുന്നത്, അത് കറക്റ്റായിട്ട് അതിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കണ്ണടച്ചിരുന്നു കൊണ്ട് നമുക്ക് ഏത് വ്യക്തിയെയാണോ താല്പര്യം എന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് മറ്റൊരു ചിന്തകളും ഇല്ലാതെ ആ വ്യക്തി നമ്മളുമായിട്ട് ഏത് തരത്തിലാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ തരത്തിൽ സന്തോഷകരമായി ജീവിക്കുന്നതായിട്ട് നമ്മൾ ഒരു ഇമാജിൻ ചെയ്യുക മനസ്സിൽ. ഈ ഇമാജിൻ ചെയ്യുമ്പോൾ നമ്മൾ ആ വ്യക്തിയുമായിട്ട് കൂടി ചേർന്ന് കഴിഞ്ഞാലുണ്ടാവുന്ന ഹാപ്പിനെസ്, ആ വ്യക്തിയുമായി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമൊക്കെ നമ്മൾ ഫീൽ ചെയ്യണം. എങ്ങനെയാണോ ആ വ്യക്തിയുമായിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് വരുന്ന ചിന്താഗതി എങ്കിൽ ആ സന്തോഷം മുഴുവൻ നമ്മൾ ഈ സമയങ്ങളിൽ ഫീൽ ചെയ്യണം. വളരെ ഹാപ്പി ആയിട്ട് ആ വ്യക്തിയോട് കൂടി സന്തോഷകരമായി ജീവിക്കുന്നു എന്നുള്ളൊരു ചിന്താഗതി മനസ്സിൽ നമ്മൾ പറയണം. അതായത് ഈ ഒരൊറ്റ വാക്കേ നമ്മൾ പറയാനുള്ളൂ, ഞാൻ ആ വ്യക്തിയുമായി വളരെ ഹാപ്പിയായി സന്തോഷമായി ജീവിക്കുന്നു എന്നുള്ളൊരൊറ്റ വാക്ക് നമ്മൾ മനസ്സിൽ പറയുക. അത് പറയുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചിന്തിക്കുകയും ഫീൽ ചെയ്യുകയും ചെയ്യണം. അതിനനുസരിച്ച് ഹാപ്പിയായി ചിന്തിക്കുകയും ഫീൽ ചെയ്യുകയും നമ്മൾ മനസ്സിൽ
ചെയ്യുമ്പോൾ അങ്ങനെ 21 ദിവസം ചെയ്യുമ്പോൾ ഈ ചെയ്യുന്ന ദിവസത്തെല്ലാം വൈബ്രേഷൻ ആ വ്യക്തിയിലേക്ക് പോയി ആ വ്യക്തിയുടെ മൈൻഡിലേക്കാണ് അത് കയറിപ്പോകുന്നത്. നമ്മൾ അത്രയും ശ്രദ്ധയോടുകൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മൈൻഡിൽ അത് എത്തിപ്പെടും. അങ്ങനെ തിരിച്ച് ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് പൂർണ്ണമായും അത്രയും ആ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് വേണം ആ കാര്യത്തിൽ ചെയ്യാൻ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ജോയിൻ ചെയ്യാം. വാട്സാപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള എന്ത് ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടുന്നുണ്ടോ അതിനെക്കുറിച്ചെല്ലാം ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടും. എങ്ങനെ നേരിടണം, എങ്ങനെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചെല്ലാം ഒരു പിന്നെ റിപ്ലൈ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് എന്ത് സംശയം അതിൽ ചോദിക്കാം. അതിന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തെല്ലാം നേടിയെടുക്കണോ അതിനൊക്കെ എന്ത് ചെയ്യണം എന്നുള്ള എല്ലാ ഡൗട്ടും നിങ്ങൾക്ക് ആ വാട്സാപ്പിൽ ജോയിൻ ചെയ്താൽ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിതിൽ അവസാനം വാട്സാപ്പ് നമ്പർ കാണും, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ കൂടുതലും നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകളും ഒക്കെ വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ജീവിതം അത് നോക്കി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ വരുത്താനും പറ്റും. അപ്പോൾ കൂടുതൽ എല്ലാ അറിവുകൾക്കും ഇനി കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ ജോയിൻ ചെയ്താൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇനി ഇത് എങ്ങനെ ചെയ്യണമെന്ന് ചില ആളുകൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. തുടർച്ചയായി നിങ്ങൾക്ക് വീഡിയോസ് കിട്ടുന്നതാണ്.